പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇരുണ്ടതും തണുപ്പുള്ളതുമായ ഒരു രാത്രി സങ്കൽപ്പിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഴി അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും തളർന്നു പോയിരിക്കുന്നു. ഉള്ളിലെ ശബ്ദം മന്ത്രിക്കുന്നു, ഇവിടെ അവസാനിപ്പിക്കാം, ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. ഈ വികാരം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പൂർണ്ണമായ ക്ഷീണത്തിൻ്റെ, ഉപേക്ഷിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിൻ്റെ ആഴത്തിലുള്ള നിരാശയുടെ വികാരം. ഈ നിമിഷം മുതൽ ആ മടുപ്പ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരുവാകാൻ പോവുകയാണ്. കാരണം മടുത്തുപോയതിനു ശേഷമുള്ള ഒരു ചുവടുവെപ്പാണ് നിങ്ങളുടെ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ പരിധി എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഭേദിക്കാനുള്ള അവസരം ലഭിക്കുമ്പോഴാണ്. വിജയം ഒരു ലോട്ടറിയല്ല, അത് കഠിനാധ്വാനത്തിൻ്റെ, സ്ഥിരതയുടെ, ഉപേക്ഷിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മൾ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ മഹാനായ എബ്രഹാം ലിങ്കന്റെ ജീവിതം കാണാം. ഒരു സാധാരണ മനുഷ്യൻ നേരിടുന്നതിനേക്കാൾ എത്രയോ അധികം ദുരന്തങ്ങളും പരാജയങ്ങളുമാണ് അദ്ദേഹം നേരിട്ടത്. 22-ാം വയസ്സിൽ ബിസിനസ് തകർന്നു. 23-ൽ നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റു. 26-ാം വയസ്സിൽ പ്രിയതമയുടെ മരണം അദ്ദേഹത്തെ ഇത് വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. 34-ൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 45-ലും 47-ലും സെനറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് നിർത്തിപ്പോകാമായിരുന്നു. അദ്ദേഹത്തിന് കീഴടങ്ങാൻ എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. പരാജയം ഒരു വിവരമാണ്, ഒരു വിധിയല്ല. ഓരോ തോൽവിയും ലിങ്കന്റെ മനസ്സിനെ കൂടുതൽ ഉരുക്കുപോലെ ശക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം എഴുതി ചേർത്തത്. ഇന്ന് നമ്മൾ വെറുമൊരു മോട്ടിവേഷണൽ പ്രസംഗമല്ല കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശേഷിയുള്ള കഠിനാധ്വാനത്തിൻ്റെ പത്താഴത്തിലുള്ള തത്വങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ തത്വങ്ങൾ നിങ്ങളുടെ ചിന്തയെയും പ്രവൃത്തിയെയും വിജയത്തെയും നിർവചിക്കും. ഒന്നാമതായി, പരാജയം നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് എന്നുള്ളതാണ്. നമ്മൾ പരാജയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലും സമൂഹത്തിലും പരാജയം മോശമായ ഒന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകളെ പഠിച്ചാൽ അവർ പരാജയത്തെ ആഘോഷിക്കുന്നതായി കാണാം. പരാജയം നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ ഒരു പുതിയ അറിവ് നേടുന്നു. ഈ അറിവ് പരാജയപ്പെടാൻ ധൈര്യപ്പെടാത്തവർക്ക് ലഭ്യമല്ലാത്ത ഒരു പ്രത്യേക നേട്ടമാണ്. നോക്കൂ, തോമസ് എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു. ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നിർത്തിപ്പോകാത്തത്? അദ്ദേഹം നൽകിയ മറുപടി അതിശക്തമായിരുന്നു. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, മറിച്ച് എങ്ങനെ ബൾബ് പ്രവർത്തിക്കില്ല എന്ന് ഞാൻ ആയിരക്കണക്കിന് വഴികൾ കണ്ടെത്തി. ഈ ചിന്താഗതിയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. നിങ്ങൾ എപ്പോഴാണ് ഒരു പരാജയത്തെ ഒരു വിജയമായി മാറ്റുന്നത്? വിശകലനം ചെയ്യുക. പരാജയത്തിൻ്റെ വേദന മാറുമ്പോൾ വികാരപരമായിട്ടല്ലാതെ വസ്തുതാപരമായി അതിനെ സമീപിക്കുക. എവിടെയാണ് തെറ്റിയത്? നിങ്ങളുടെ തന്ത്രത്തിലാണോ അതോ സമയനിർണയത്തിലാണോ? ഒരു ശാസ്ത്രക്രിയാ വിദഗ്ധനെ പോലെ നിങ്ങളുടെ വീഴ്ചയെ കീറിമുറിക്കുക. പരാജയപ്പെട്ട ഉടൻ തന്നെ അതിൽ നിന്ന് പഠിച്ച് അടുത്ത ശ്രമം തുടങ്ങുക. ഈ ആവർത്തന നിരക്കാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ വേഗത തീരുമാനിക്കുന്നത്. സ്ഥിരത നിലനിർത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം ശ്രമം ഉപേക്ഷിക്കുന്നതാണ്. നിങ്ങൾ പരാജയപ്പെടുന്നത് തുടരുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കാൽ എപ്പോഴും മുന്നോട്ട് വയ്ക്കുക. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ലക്ഷ്യം നേടാത്ത ഒരേ ഒരു സമയം നിങ്ങൾ ശ്രമം നിർത്തുമ്പോഴാണ്. രണ്ടാമതായി, സ്ഥിരതയുടെ പ്രാധാന്യമാണ്. സ്ഥിരതയുടെ ശക്തിയെ പലപ്പോഴും ആളുകൾ കുറച്ചു കാണുന്നു. ഒരു ദിവസം നിങ്ങൾ 12 മണിക്കൂർ ജോലി ചെയ്യുന്നു, അടുത്ത ദിവസം നിങ്ങൾ മടിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഈ ചാഞ്ചാട്ടം നിങ്ങളുടെ പുരോഗതി ഇല്ലാതാക്കും. വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു അത്ഭുതമല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. ദി കോമ്പൗണ്ട് എഫക്റ്റ് എന്ന തത്വം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ 1% മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 ഇരട്ടി മെച്ചപ്പെട്ടിരിക്കും. സ്ഥിരത എങ്ങനെ വളർത്തിയെടുക്കാം? ചെറിയ തുടക്കം. വലിയ ലക്ഷ്യങ്ങളെ വളരെ ചെറിയ ടാസ്കുകളായി വിഭജിക്കുക. ഉദാഹരണത്തിന്,
ഒരു പുസ്തകം എഴുതാൻ ലക്ഷ്യമിടുന്നുവെങ്കിൽ ദിവസവും 10 പേജ് എഴുതാൻ ശ്രമിക്കുക. ഇത് വളരെ എളുപ്പമുള്ള ഒരു ടാസ്കായി തോന്നാം, എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ 300 പേജുകൾ പൂർത്തിയാക്കിയിരിക്കും. അടുത്തതായി ഒരു ശീലം രൂപീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഒരു ശീലമാക്കി മാറ്റുക. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് പോലെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാവണം. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന് അതിനെ ഒരു ഭാരമായി തോന്നുകയില്ല. വിശ്രമ ദിവസങ്ങളും കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ്. സ്ഥിരത എന്നാൽ നിർത്താതെയുള്ള ഓട്ടമല്ല. നിങ്ങൾ സ്വയം വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനും സമയം നൽകണം. പക്ഷേ ആ വിശ്രമം കഠിനാധ്വാനത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒഴിവുകഴിവായി മാറരുത്. കൃത്യമായ ഇടവേളകളെടുത്ത് വീണ്ടും ശക്തമായി മടങ്ങിയെത്തുക. മൂന്നാമതായി ലക്ഷ്യബോധത്തിന്റെ പ്രാധാന്യമാണ്. ലക്ഷ്യബോധം, അതായത് നിങ്ങളുടെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, അതാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഏറ്റവും വലിയ ഇന്ധനം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയില്ല എങ്കിൽ ചെറിയ പ്രതിസന്ധികൾ പോലും നിങ്ങളെ തകർക്കും. നിങ്ങളുടെ ലക്ഷ്യം പണം സമ്പാദിക്കുക എന്നതിലുപരി മറ്റെന്തെങ്കിലും ആയിരിക്കണം. ഒരു വലിയ മാറ്റം വരുത്തുക, ലോകത്തിനൊരു സംഭാവന നൽകുക, നിങ്ങളുടെ കുടുംബത്തിനൊരു മികച്ച ജീവിതം നൽകുക. ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. വിക്ടർ ഫ്രാങ്കിൾ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തിൽ പറയുന്നു, ജീവിക്കാൻ ഒരു കാരണമുള്ളവൻ എങ്ങനെയും സഹിക്കും. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ അതിജീവനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ജീവിച്ചിരിക്കാൻ ഒരു വലിയ കാരണം കണ്ടെത്തിയ ആളുകൾക്കാണ് ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. നിങ്ങളുടെ ലക്ഷ്യബോധം കണ്ടെത്താൻ ആഴത്തിൽ ചിന്തിക്കുക. നിങ്ങളുടെ ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വരുത്താൻ പോകുന്നത്? ഇത് ലോകത്തിന് എങ്ങനെ പ്രയോജനകരമായി തീരും? ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾ വിജയം നേടുന്ന നിമിഷം സങ്കല്പിക്കുക. ആ സന്തോഷം, ആ അഭിമാനം, ആ വികാരം നിങ്ങളുടെ മനസ്സിന്റെ ചുമതല ഏറ്റെടുക്കാൻ അനുവദിക്കുക. മടുക്കുമ്പോൾ ഈ ദൃശ്യം ഓർമ്മിക്കുക. അടുത്തതായി എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യം എല്ലാ ദിവസവും കാണുന്ന ഒരിടത്ത് എഴുതി വയ്ക്കുക. അത് നിങ്ങളുടെ കണ്ണിന് മുന്നിൽ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളണം. ഈ ലക്ഷ്യബോധമാണ് മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും നിങ്ങളെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നാലാമതായി വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത. യഥാർത്ഥ വിജയം നേടാൻ നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കണം. വിജയികൾ ത്യാഗം ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണക്കാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. ത്യാഗമെന്നാൽ നഷ്ടമെന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിന് മുൻഗണന നൽകുക എന്നാണ്. പ്രശസ്ത ടെന്നീസ് താരം സെറീന വില്യംസ് തന്റെ കൗമാരപ്രായത്തിൽ പാർട്ടിക്ക് പോകുന്നതോ ഒഴിവു സമയം ചിലവഴിക്കുന്നതോ ആയ പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. കളികളിലെ ഓരോ വലിയ ഷോട്ടും ഓരോ കിരീടവും ആ കൗമാരകാലത്തെ ത്യാഗത്തിന്റെ ഫലമായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വിലയേറിയ വിഭവം സമയമാണ് എന്നറിയുക. സോഷ്യൽ മീഡിയയിൽ പാഴാക്കുന്ന സമയം, അനാവശ്യമായ വിനോദങ്ങളിൽ ചെലവഴിക്കുന്ന സമയം, ഇവയെല്ലാം ലക്ഷ്യത്തിനായി നീക്കിവെക്കുക. സുഖസൗകര്യങ്ങൾ, നേരത്തെ എഴുന്നേൽക്കുക, കൂടുതൽ സമയം ജോലി ചെയ്യുക, എളുപ്പമുള്ള വഴി ഉപേക്ഷിക്കുക. സുഖസൗകര്യങ്ങൾ ഒരു കെണിയാണ്. അത് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. അടുത്തതായി നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ബന്ധങ്ങളെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആളുകളിൽ നിന്നും നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്നും കുറച്ചു കാലത്തേക്ക് അകന്നു നിൽക്കുക. യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ത്യാഗങ്ങളെ മനസ്സിലാക്കും. നിങ്ങൾ വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൊയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ മഹത്തായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ മഹത്തായ ത്യാഗം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഈ ത്യാഗമാണ് നിങ്ങളുടെ കഥയെ വിശേഷമാക്കുന്നത്. അഞ്ചാമതായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചാണ്. വീഴ്ചയിൽ നിന്ന് തിരിച്ചു വരുവാനുള്ള കഴിവാണത്. പ്രതിരോധശേഷി എന്നാൽ വീഴാതിരിക്കാനുള്ള കഴിവല്ല, മറിച്ച് എത്ര തവണ വീണാലും എഴുന്നേൽക്കാനുള്ള മനസ്സിന്റെ ശക്തിയാണ്. പ്രതിരോധശേഷി ഇല്ലാത്തവർ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകും. എന്നാൽ പ്രതിരോധശേഷിയുള്ള ഒരാൾ ഓരോ തിരിച്ചടിയെയും ഒരു വളർച്ചാ അവസരമായി കാണുന്നു. ഒരു ലോകോത്തര അത്ലറ്റിനെ സങ്കല്പിക്കുക. അദ്ദേഹം ഒരു പ്രധാന മത്സരത്തിൽ അവസാന നിമിഷം തോറ്റുപോയി. ആ നിമിഷം അദ്ദേഹം തളർന്നു പോയിരിക്കാം. പക്ഷേ പിറ്റേന്ന് രാവിലെ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അദ്ദേഹം വീണ്ടും പരിശീലനം ആരംഭിക്കുന്നു. കാരണം തോൽവിയുടെ വേദനയെ സ്വീകരിച്ച് അതിനെ ഊർജമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു.
നിങ്ങളുടെ പ്രതിരോധശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം? ഒന്നാമതായി സ്വയം ദയ കാണിക്കുക എന്നുള്ളതാണ്. പരാജയപ്പെട്ടതിന് ശേഷം സ്വയം കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. സ്വയം ക്ഷമിക്കുകയും മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. നിങ്ങൾ വലിയ ലക്ഷ്യത്തിൽ നിന്ന് അകലെയാണ് എങ്കിൽ പോലും ദിവസവും നിങ്ങൾ നേടുന്ന ചെറിയ വിജയങ്ങളെ അഭിനന്ദിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മാറ്റത്തെ ഉൾക്കൊള്ളുക. ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് വച്ച പദ്ധതികൾ പ്രവർത്തിക്കില്ല. അത്തരം സാഹചര്യങ്ങളിൽ തളരാതെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തയ്യാറാവുക. മാറ്റത്തെ ഭയക്കാതെ സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ആറാമതായി മനസ്സിന്റെയും ശരീരത്തിന്റെയും ഐക്യം. ഒരു വലിയ യുദ്ധം ജയിക്കാൻ നിങ്ങളുടെ ആയുധങ്ങൾ മൂർച്ചയുള്ളതായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളുടെ മനസ്സും ശരീരവും മൂർച്ചയുള്ളതായിരിക്കണം. കഠിനാധ്വാനം എന്നത് ശാരീരികവും മാനസികവുമായ ഊർജം ആവശ്യമുള്ള ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ബിസിനസ് നേതാക്കളെയും രാഷ്ട്രത്തലവന്മാരെയും ശ്രദ്ധിച്ചാൽ അവർ എല്ലാവരും അവരുടെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നതായി കാണാം. പ്രധാനമന്ത്രിമാർക്കും സിഇഒമാർക്കും വ്യായാമം ചെയ്യാൻ സമയമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കാവുന്നില്ല? കൃത്യമായ വ്യായാമം, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. ഇത് നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും ചിന്താശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ പോഷകാഹാരം. നിങ്ങളുടെ ശരീരത്തിന് ഇന്ധനം നൽകുന്നത് ഗുണമേന്മയുള്ള ഭക്ഷണത്തിലൂടെയായിരിക്കണം. നിങ്ങളുടെ ആരോഗ്യം മോശമാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉറക്കം എന്നത് ഒരു ആഡംബരമല്ല, അത് നിങ്ങളുടെ ശരീരത്തെയും തലച്ചോറിനെയും റീചാർജ് ചെയ്യുന്ന ഒരു അത്യാവശ്യ ഘടകമാണ്. നിങ്ങൾ ശരിയായി ഉറക്കം നേടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയും ഉൽപാദനക്ഷമതയും കുറയും. നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വലിയ നേട്ടങ്ങൾ നേടാൻ ആവശ്യമായ കരുത്ത് ലഭിക്കും. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് കുടികൊള്ളുന്നത്. ഏഴാമതായി നിങ്ങളുടെ മനസ്സിന്റെ ആർക്കിടെക്റ്റ് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ചെവിയിൽ ദിവസം മുഴുവൻ സംസാരിക്കുന്ന വ്യക്തി ആരാണ്? അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഈ ആത്മസംഭാഷണമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ നെഗറ്റീവായി സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വിജയത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ടാസ്കിൽ പരാജയപ്പെടുമ്പോൾ നെഗറ്റീവ് സംഭാഷണം, ഞാനൊരു പരാജയമാണ്, ഇതെന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ സ്വയം പറയുന്നു. പോസിറ്റീവ് സംഭാഷണം, ഇതിൽ നിന്ന് ഞാൻ പഠിച്ചു, അടുത്ത തവണ ഞാൻ ഇത് നന്നായി ചെയ്യും, എനിക്ക് കഴിവുണ്ട്, ഇത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. നിങ്ങളുടെ ആത്മസംഭാഷണം എങ്ങനെ മെച്ചപ്പെടുത്താം? നെഗറ്റീവ് വാക്കുകൾ നിർത്തുക. ഞാൻ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നതിനേക്കാൾ എനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുക. ദിവസേനയുള്ള സ്ഥിരീകരണം. എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ കഴിവുകളെയും ലക്ഷ്യങ്ങളെയും ഉറപ്പിച്ചു പറയുക. പോസിറ്റീവ് വാചകങ്ങൾ പറയുക. ഞാൻ ശക്തനാണ്, ഞാൻ വിജയിക്കും, ഞാൻ മതിപ്പുള്ളവനാണ് തുടങ്ങിയ വാക്കുകൾ സ്വയം പറയുക. നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. നന്ദിയുള്ള ഒരു മനസ്സൊരിക്കലും നെഗറ്റീവായി തീരുകയില്ല. എട്ടാമതായി നിങ്ങളുടെ പഠനം തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരിക്കൽ നിങ്ങൾ പഠനം നിർത്തിയാൽ നിങ്ങൾ വിജയം നിർത്തി. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ നാളെ കാലഹരണപ്പെടാം. ഒരു വിജയി എപ്പോഴും വിദ്യാർത്ഥിയായി തുടരും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ വിശപ്പാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി. ഉദാഹരണത്തിന്, 20 വർഷം മുമ്പ് നിങ്ങൾ ഒരു രംഗത്ത് വിദഗ്ധനായിരുന്നെങ്കിൽ പോലും ഇന്ന് പുതിയതായി ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അറിവുകൾ കാലഹരണപ്പെട്ടു പോയേക്കാം. നിങ്ങളുടെ പഠന പ്രക്രിയ എങ്ങനെ നിലനിർത്താം? ദിവസേനയുള്ള വായന. ദിവസവും നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോ ലേഖനങ്ങളോ വായിക്കുക. നിങ്ങൾ വായിക്കുന്നതിൻ്റെ വേഗത നിങ്ങളുടെ വളർച്ചയുടെ വേഗത നിർണ്ണയിക്കും. വിദഗ്ധരുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ മേഖലയിലെ വിജയികളുമായി സംസാരിക്കുക. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക. അവർ നിങ്ങൾക്കായി തുറന്ന വാതിലുകളാണ്. സ്വയം വിലയിരുത്തുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? നിങ്ങളുടെ കഴിവുകളിൽ എവിടെയാണ് വിടവുകൾ? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തുക. ഒൻപതാമതായി, ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങൾ മഹത്വത്തിനുള്ള വിലയാണ് എന്നുള്ളതാണ്. വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടേക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ പാർട്ടികളിലായിരിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും.
ഈ ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങൾ സഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം നിങ്ങൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അസാധാരണമായ ഫലങ്ങൾ ലഭിക്കുന്നത്. പലരും ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നു. എന്നാൽ ഈ ഒറ്റപ്പെട്ട നിമിഷങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകുന്നത്. ഈ ഏകാന്തതയിൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ശക്തിയാണ് പിന്നീട് ലോകത്തിനു മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഈ നിമിഷങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം? ശ്രദ്ധ വ്യതിചലിക്കുന്നത് ഒഴിവാക്കുക. സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, അനാവശ്യ സംഭാഷണങ്ങൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ലക്ഷ്യത്തിനായി മാത്രം ഉപയോഗിക്കുക. ഗഹനമായി ചിന്തിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുക. മഹത്തായ ആശയങ്ങൾ ജനിക്കുന്നത് ഏകാന്തതയിലാണ്. ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത് എന്നും അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും സ്വയം ചോദിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. 10ാമതായി മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. നിങ്ങളൊരു വലിയ വിജയം നേടുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. നിങ്ങളുടെ കഠിനാധ്വാനം മറ്റൊരാൾക്ക് പ്രചോദനമാകുമ്പോഴാണ് നിങ്ങളുടെ വിജയത്തിന് യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത്. നിങ്ങൾ നേടിയ അറിവും അനുഭവങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഒരു വിജയകരമായ വ്യക്തിയുടെ മനസ്സെപ്പോഴും കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ മറ്റൊരാളെ ഉയർത്തുമ്പോൾ നിങ്ങൾ സ്വയമായും വളരുന്നു. ഈ ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. നിങ്ങളുടെ വിജയം എങ്ങനെ പങ്കുവയ്ക്കാം? മെന്റർഷിപ്പ്. നിങ്ങളുടെ മേഖലയിലെ യുവതലമുറയെ സഹായിക്കുക. അവർക്ക് മാർഗനിർദ്ദേശം നൽകുക. അതുപോലെ തന്നെ നൽകുന്ന മനോഭാവം. ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച മൂല്യം നൽകുക. നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുക. വിനയമുള്ള ഒരു ഹൃദയം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച ഈ ഏതാനും നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായേക്കാം. നമ്മൾ എബ്രഹാം ലിങ്കന്റെ തോൽവികളെക്കുറിച്ചും എഡിസന്റെ 1000 വഴികളെക്കുറിച്ചും സംസാരിച്ചു. ഇവരെല്ലാം ഒരുപോലെ പങ്കുവച്ച ഒരൊറ്റ ഗുണം എന്തായിരുന്നു? അവർ മടുത്തു, പക്ഷേ അവർ ഉപേക്ഷിച്ചില്ല. നിങ്ങളുടെ ജീവിതത്തിലും ആ നിമിഷം വരും. എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ വിരലുകളിൽ നിന്ന് പ്രതീക്ഷ വഴുതിപ്പോകുന്നത് നിങ്ങൾക്കറിയാം. ആ നിമിഷം നിങ്ങൾ ഒരു ചെറിയ കഥയോർക്കണം. ഒരു പാറക്കല്ലിന്റെ കഥയാണിത്. ഒരു ശില്പി ഒരു കല്ലെടുത്ത് അതിൽ കൊത്താൻ തുടങ്ങി. ആദ്യത്തെ അടിയേറ്റപ്പോൾ കല്ല് പറഞ്ഞു, വേദനിക്കുന്നു, എന്നെ വെറുതെ വിടൂ. ശില്പി കല്ലിനെ മാറ്റിവെച്ചു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കല്ലെടുത്തു. ഈ കല്ലിൽ അദ്ദേഹം പ്രയത്നിക്കുമ്പോൾ കല്ല് നിശബ്ദമായി എല്ലാം സഹിച്ചു. ആഴ്ചകൾക്ക് ശേഷം വേദനയെല്ലാം സഹിച്ച ആ കല്ല് ഒരു മനോഹരമായ പ്രതിമയായി മാറി. ഒരു നഗരത്തിന്റെ മധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ആ വേദന സഹിക്കാൻ വയ്യാതെ ആദ്യം മാറ്റിവെച്ച കല്ല് പിന്നീട് ആ പ്രതിമയുടെ ചുവട്ടിൽ ചവിട്ടുപടിയായി മാറി. നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളുടെ വേദനയോടുള്ള പ്രതികരണമാണ്. നിങ്ങൾ വേദനയെ സഹിക്കാനുള്ള ശക്തി കാണിക്കുമോ, അതോ ഒരു ചവിട്ടുപടിയായി മാറാൻ അനുവദിക്കുമോ? ഇപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം മനസ്സിൽ കാണുക. നിങ്ങൾ അത് നേടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അഭിമാനം, സന്തോഷം, ആ വികാരം അനുഭവിക്കുക. ഈ നിമിഷം ഒരു പ്രതിജ്ഞ എടുക്കുക. മനസ്സിൽ മടുപ്പ് വരുമ്പോൾ, ശരീരം വേദനിക്കുമ്പോൾ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന്. എബ്രഹാം ലിങ്കൻ വീണ്ടും എഴുന്നേറ്റതുപോലെ, തോമസ് എഡിസൺ വീണ്ടും ശ്രമിച്ചതുപോലെ ഞാനും വീണ്ടും ശ്രമിക്കും. എൻ്റെ വിജയം ഞാൻ മടുത്തുപോയതിനു ശേഷമുള്ള എൻ്റെ അടുത്ത ചുവടിലാണ്. എഴുന്നേൽക്കൂ, നിങ്ങളുടെ യാത്ര തുടങ്ങുക. ഈ യാത്രയുടെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് വെളിച്ചമാണ്. വിജയം നിങ്ങൾക്കുള്ളതാണ്. വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.